ഇത് തിരുവനന്തപുരം ജില്ലയുടെ നഗരമധ്യത്ത് പട്ടത്തായി സ്ഥിതി ചെയ്യുന്ന സ്വിഗ്ഗി എന്ന ഓൺലൈൻ ഭക്ഷണ വിതരണ കമ്പനിയുടെ ഗ്രോസറി ഐറ്റംസ് വിൽക്കുന്ന സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിന്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളായി ന്യായമായ അവകാശങ്ങൾക്കായി ഇവിടെ തൊഴിലാളികൾ സമരം നടത്തി വരികയാണ്. അവരുടെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഈ കമ്പനി ഇതുവരെയും തയ്യാറായിട്ടില്ല. കൂടുതൽ വിവരങ്ങൾ അറിയാനായി അവിടുത്തെ യദു നമുക്കൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് യദുവിനോട് ചോദിക്കാം, എന്താണ് യദു ഇപ്പോൾ അവിടെയുള്ള കാര്യങ്ങൾ? നമ്മുടെ പാർക്കിങ്ങിൻ്റെ ഇഷ്യൂ ആണ് മെയിനായിട്ട്. നമ്മളിവിടെ ഇപ്പം ട്രാഫിക്കിലെ പോലീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ സ്വിഗ്ഗിയിലെ സ്റ്റാഫിൻ്റെ വണ്ടിക്ക് ഇവിടെ റോഡ് സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ അവർ പിറ്റി അടിക്കുമെന്ന് പറഞ്ഞിട്ട് അത് റോഡ് സൈഡിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് പാർക്കിംഗ് ഇല്ല, അലൗഡല്ല. എന്നാലും പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാർക്കിംഗ് തരാനുള്ളത് സ്വിഗ്ഗിയുടെ മാനേജ്മെൻറ്റാണ്. ഇതുവരെ അവർ നമുക്ക് പാർക്കിംഗ് തരില്ല. ഇവിടെ ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ പാർക്കിംഗ് ഉണ്ടായിട്ട് പോലും നമുക്ക് തരുന്നില്ല. അവർ വാസൻകാരുടെ ആണ് ആ പ്രോപ്പർട്ടി എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുകയാണ്. അതിന് പോലീസുകാർ വന്നിട്ട് പോലീസുകാർ അവർ സൈഡിൽ നിന്നിട്ട് സംസാരിക്കുകയാണ്. അത് വാസൻകാരും ഈ മുരളി ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു പെറ്റീഷൻ്റെ പുറത്താണ് നമ്മളെ ഈ പാർക്കിങ്ങിൽ നിന്ന് ഈ ഒരു വിഷയം വന്നത്. മനസ്സിലായില്ലേ? ഇതിൽ ബാധിക്കുന്നത് കമ്പനിയെ ബാധിക്കുന്നത് നമ്മളെയും ബാധിക്കും, രണ്ടുപേരെയും ബാധിക്കുന്നുണ്ട്. ഇതിന് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ നമുക്ക് പാർക്കിംഗ് സൗകര്യം ഇതിലിപ്പോൾ ആവശ്യം നമുക്ക് ഇതിലില്ലാത്തൊരു ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ പറയാത്തൊരാവശ്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പറയാത്ത കാര്യം നേരത്തെ പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ്. ഇത് നമുക്ക് ഇവിടെ ബാത്റൂമില്ല, പിന്നെ നമുക്ക് ഇരിക്കാനായിട്ടുള്ള സൗകര്യമില്ല. ഇത് മൂന്നും നമുക്ക് ഇതിന് തരേണ്ടി വരും. നമ്മളെ അവകാശമാണ്. അതുവരെ സമരം തുടരും. അതുവരെ സമരം തുടരും. അവർ നമുക്ക് ചെയ്തു തരാനുള്ള കാര്യമാണ്. എന്തായാലും സമരം ഏതൊരു സ്ഥാപനത്തിൽ ഇതിപ്പോൾ എത്ര ദിവസമായി തുടങ്ങിയിട്ട്? ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം തുടങ്ങിയതാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം വന്നത്. അതിനിടയ്ക്ക് വന്നിട്ട് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ശരിക്കും ആൾക്കാരെ വണ്ടിയുടെ ഫോട്ടോ വീഡിയോ എടുത്തിട്ട് പോയി. എല്ലാവർക്കും പറ്റി പെനാൽറ്റി വരുമെന്ന് ആൾക്കാർ വണ്ടി ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് 1000 രൂപ പറ്റി. വണ്ടി അല്ലെങ്കിൽ അത് പിന്നെ ആവർത്തിക്കുകയാണെങ്കിൽ വണ്ടി എടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നതാണ് അവർ പറയുന്നത്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ ന്യായമായ അവകാശങ്ങളെല്ലാം സംരക്ഷിക്കപ്പെട്ടെ. അതുവരെ സമരം തുടരട്ടെ. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമ്മളിപ്പോൾ തിരുവനന്തപുരം പട്ടം ഇൻസ്റ്റാമാർട്ടിൻ്റെ മുമ്പിലാണ്. ഏകദേശം ഇന്നലെ മുതൽ ഈ ഒരു മേഖലയിൽ ഇൻസ്റ്റാമാർട്ട് തൊഴിലാളികൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചെറിയൊരു സംഭവമാണ്. അതായത് ഈ ഒരു സ്പേസിനകത്താണ് ഇതിനകത്തുള്ള ഏകദേശം എങ്ങനെ നോക്കിയാൽ 100-150ഓളം തൊഴിലാളികൾ ഒരേ സമയത്ത് ഇവിടെ പാർക്കിങ്ങുമായിട്ട് വരുന്നത്. അതിനകത്ത് ഫുഡ് പാക്കറ്റ് കളക്ട് ചെയ്ത് പോകുന്നവരുണ്ട്. ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് ഓർഡർ അടിച്ച് അതിനുശേഷം ആ പാക്കറ്റ് പിക്ക് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ 2 ആഴ്ച മുമ്പായിട്ട് തന്നെ ട്രാഫിക് പോലീസ് ഇവിടെ നോ പാർക്കിംഗ് ബോർഡ് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. തികച്ചും ന്യായമായിട്ടുള്ളൊരു കാര്യം. ഇത്രയും തിരക്കുള്ള ഒരു സ്ഥലത്ത് ട്രാഫിക് പോലീസ് നോ പാർക്കിംഗ് ബോർഡ് കൊണ്ടുവച്ചു. അത് നിയമപരമായിട്ടുള്ള കാര്യം. ഓക്കെ, പക്ഷേ ഈ ഒരു ബിൽഡിംഗ് ഓണേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ബിൽഡിങ് സാങ്ഷൻ കൊടുക്കുമ്പോൾ ആ ബിൽഡിങ്ങിലുമായിട്ട് വരുന്ന വാഹനങ്ങൾ പാർക്കിംഗ് ചെയ്യാനുള്ള സൗകര്യം കൂടെ ആ മാനേജ്മെൻറ്റ് ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഉള്ളതാണ്. പക്ഷേ ആ ഒരു ഉത്തരവാദിത്വം മാത്രമല്ല, ഇതിനകത്തിപ്പോൾ ഇവർക്ക് ടോയ്ലറ്റ് ഇവർക്ക് അവൈലബിൾ അല്ല. അതുപോലെ തന്നെ ഈ സമയം കഴിഞ്ഞാൽ രാവിലെ ആയി കഴിയുമ്പോഴത്തേക്കും ഇവിടെ മൊത്തത്തിൽ നല്ല വെയിലാണ്. അപ്പോൾ അവർക്ക് വിശ്രമിക്കാനുള്ള ഒരു സ്ഥലം, വെയിലില്ലാതെ നിൽക്കാനുള്ള ഒരു സൗകര്യമില്ല. പിന്നെ ഉള്ളത് ഈ ഒരു മരത്തിൻ്റെ ചുവട് മാത്രമേ ഉള്ളൂ. അവിടെ വാഹനം വെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഏകദേശം കഴിഞ്ഞ മാസം ഒരു വിഷയം ഉണ്ടായതാണ്. അപ്പോൾ ആ ഒരു വിഷയം പോലീസ് സ്റ്റേഷൻ വരെ പോയിട്ട് അത് പരിഹരിച്ച വിഷയമാണ്. അപ്പോൾ ഇപ്പോൾ ട്രാഫിക് പോലീസ് പറഞ്ഞേക്കെന്ന് പറയുമ്പോഴത്തേക്കും ഈ പരിസരത്ത് ഒരിടത്തും ഈ ഡെലിവറി വർക്കേഴ്സ് വാഹനം വയ്ക്കാൻ പാടില്ല. ബാക്കിയുള്ള ഏത് ആൾക്കാരുടെ വാഹനം വേണമെങ്കിലും ഇവിടെ പാർക്ക് ചെയ്യാം. സ്വിഗ്ഗി ഡെലിവറി വർക്കേഴ്സിന് ഈ മേഖലയിൽ ഈ ഒരു പ്രദേശത്ത് വാഹനം പാർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു നിബന്ധന പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1000 രൂപ പെനാൽറ്റി അടിക്കും എന്നുള്ളൊരു കാര്യവും ട്രാഫിക് പോലീസ് സ്റ്റേഷൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇവിടുത്തെ തൊഴിലാളികൾ എല്ലാ പേരും കൂടെ കൂടിയിട്ട് മാനേജ്മെൻറ്റിനെ കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മാനേജ്മെൻറ്റ് ഏകദേശം ഇത് 2ാമത്തെ ദിവസം കഴിയാറായി. ഇതുവരെയും ഒരു തരത്തിലുള്ള നടപടി സ്വീകരിച്ചിട്ടില്ല. അത് ഒന്നാമത്തെ കാര്യം. ഇവർ സംസാരിക്കാനായിട്ട് പോയപ്പോഴത്തേക്കും ആദ്യം പറഞ്ഞ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഇതിനകത്ത് നിന്ന് സമരം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ID സസ്പെൻഡ് ചെയ്യുന്നതാണ് ഈ മാനേജ്മെൻറ്റ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെതിരെ ഇവരെന്തായാലും സംഘടിച്ചുകൊണ്ട് ഇന്നലെ മുതൽ ചെയ്ത സമരം ഇപ്പോൾ ഏകദേശം ഇപ്പോൾ വൈകുന്നേരം 5 മണിയോളം അടുപ്പിച്ചായിട്ടുണ്ട്. ഇവരിപ്പോൾ യൂണിയനെ കോൺടാക്ട് ചെയ്യും. യൂണിയൻ ഈ പ്രശ്നത്തിനകത്ത് ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. യൂണിയൻ കൃത്യമായിട്ട് ഇവർ ഇതിനകത്തുള്ള ആൾക്കാർക്ക് ഇത്രയും കാലമായിട്ട് ഇവർ സംഘടിതരായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇവരെല്ലാ പേരും സംഘടിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യപ്പെട്ടിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കാമെന്നും അറിയിച്ചിട്ടുണ്ട്.
ഇതിനകത്തിപ്പം കുടിവെള്ളം, അതുപോലെ തന്നെ ടോയ്ലറ്റ്, വിശ്രമ മുറി, പാർക്കിംഗ് സമ്പ്രദായം, ഇതൊന്നും ഈ ഒരു സ്ഥാപനം കൊടുക്കുന്നില്ല എന്നുള്ള പരാതിയാണ് ആദ്യമായിട്ട് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഉന്നയിച്ച പരാതിയിൽ മേൽ ഈ തർക്കം പരിഹരിക്കാത്ത വിഷയത്തിൽ എന്തായാലും യൂണിയൻ ഇതിനകത്ത് ഇടപെടുകയും ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റുമായിട്ടും പോലീസ് സ്റ്റേഷനുമായിട്ടും അടുത്തുള്ള സ്ഥാപനങ്ങളുമായിട്ടും നമ്മൾ സംസാരിച്ച് ഇതിനകത്തൊരു നീക്കുപോക്ക് ഉണ്ടാക്കും എന്നും കൂടെ ഇവിടെ വെച്ച് അറിയിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.